ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, എല്ലാവരും ഇന്ന് താടിക്ക് കൈയും കൊടുത്തിരിക്കുകയാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ഓക്കെ, ഞാൻ ഓൾറെഡി രാവിലെ ഇവിടുത്തെ ഏകദേശം ഒരു 8:30 ആയപ്പോൾ, നാട്ടിലെ ഒരു 10 മണി 11 മണി ആയപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു, ഇന്ന് നിങ്ങൾ ട്രേഡൊന്നും ചെയ്യരുത്, ഇന്ന് സൈഡ് വൈസ് മാർക്കറ്റാണ്. നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് സ്റ്റേ എവേ എന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഞാൻ ഗ്രൂപ്പിൽ എഴുതിയിട്ടായിരുന്നു. വെണ്ടയ്ക്ക അക്ഷരത്തിൽ നിങ്ങൾ ഇന്ന് ട്രേഡ് ചെയ്യരുത്. അത് മാത്രമല്ല, മന്ത്ലി എക്സ്പയറിയുടെ തലേ ദിവസമാണ്, ഹൈ വോളറ്റൈലാണ് മാർക്കറ്റ്, പ്രീമിയം എല്ലാം വളരെ ഹൈ ആണ്. ഓക്കെ എന്നൊക്കെ ഞാൻ ഇന്നലത്തെ പോസ്റ്റ് മാർക്കറ്റിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് ഞാൻ ഗ്രൂപ്പിലും പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ മാറി നിൽക്കുക. ട്രേഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരു കാരണവശാലും ട്രേഡ് ചെയ്യരുത്. ഇന്ന് ഞാൻ ട്രേഡ് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് നേർച്ച പോലെ നിങ്ങൾ ഒരു കാരണവശാലും ട്രേഡ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞ് മടുത്തു. ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ എന്താ വേണം? ഇനിയിപ്പം ഞാൻ ഗ്രൂപ്പിൽ അവസാനം പറഞ്ഞ പോലെ അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. നിങ്ങൾ എത്ര പ്രാവശ്യം ചൊറിഞ്ഞു, എത്ര പ്രാവശ്യം അറിഞ്ഞു, എന്നിട്ട് നിങ്ങളാരും പഠിക്കുന്നില്ല. കാരണം നമ്മുടെ മല്ലുവിൻ്റെ ബേസിക് സ്വഭാവമാണത്. എത്ര കൊണ്ടാലും നമ്മൾ പഠിക്കത്തില്ല. നമ്മുടെ വിചാരം എന്തുവാ, ഇപ്പം അവിടെ കിട്ടും. അതിനനുസരിച്ച് പോക്കറ്റിൽ 100 പോയിക്കൊണ്ടിരിക്കുക. നമുക്കന്ന് ട്രേഡ് ഇല്ലെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യരുത്. അതാണ് മിടുക്ക്. അവിടെയാണ് ട്രേഡ് ചെയ്യാതിരിക്കുന്നതാണ് മിടുക്ക്. മനസ്സിലായില്ലേ? ട്രേഡ് ചെയ്യാതിരിക്കുന്നത് ഒരു ട്രേഡാണ്. മനസ്സിലായി? അവൻ്റെ മനസ്സിനെ നിയന്ത്രിച്ച് ഇന്നത്തെ മാർക്കറ്റ് എനിക്ക് ട്രേഡ് ഇല്ല എന്ന് തിരിച്ചറിഞ്ഞ് അവിടുന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. അവിടെയാണ് ഒരു ട്രേഡറിൻ്റെ വിജയം. ഓക്കെ, ആവശ്യമുള്ള സ്ഥലത്ത് കയറുക, ആവശ്യമുള്ള സ്ഥലത്ത് മാറി നിൽക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിലേ നിങ്ങൾക്ക് ട്രേഡിംഗ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് വെച്ചൊഴിഞ്ഞ് നിങ്ങൾ പോകുന്നതായിരിക്കും നല്ലത്. ഇന്ന് ഒരാൾ എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് അയച്ചു, സാർ എനിക്കിത് പറ്റിയ പരിപാടിയല്ല. വെരി ഗുഡ്, നിങ്ങൾക്ക് പറ്റിയ പണിയല്ല നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ അപ്പടെ സ്റ്റാൻഡ് വിട്ടോണം. മനസ്സിലായില്ലേ? പിന്നെ കൂടുതൽ ചിന്തിക്കാനും നിൽക്കല്ലേ. പുള്ളി കറക്റ്റ് കാര്യമാണ് പറഞ്ഞത്. പുള്ളി എനിക്ക്, സാർ എനിക്കിത് പറ്റുന്നില്ല, എനിക്ക് പോയ കാശ് പോയി, ഞാൻ ഇനി സിങ് ട്രേഡോ വല്ലതും ചെയ്ത് ജീവിച്ചോളാം. നോ പ്രോബ്ലം, അതാണ് കറക്റ്റ്. പുള്ളിയുടെ ഡിസിഷൻ പുള്ളി കണ്ടെത്തി. പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തെപ്പറ്റി പുള്ളി ബോധവാനായി. മനസ്സിലായില്ലേ? പുള്ളിക്ക് മനസ്സിലായി പുള്ളിക്ക് ഇത് പറ്റത്തില്ല എന്ന്. പുള്ളിക്ക് എന്നെ കൂടെ പറ്റത്തില്ല, വെച്ചൊഴിഞ്ഞ് പോവുക, മംഗളം പാടി അവസാനിപ്പിച്ച് വേറെ പണിക്ക് പോവുക, അത്രേ ഉള്ളൂ. അല്ലാതെ ചുമ്മാ അതിനകത്ത് കിടന്ന് അങ്ങോട്ട് ചെരിഞ്ഞ് അവസാനം നാട്ടുകാരെ ചെയ്ത് വിളിച്ച് സ്റ്റോക്ക് മാർക്കറ്റിനെ ചെയ്ത് വിളിച്ച് പോയിട്ട് യാതൊരു കാര്യമില്ല. വല്ല കാര്യമുണ്ടോ? ഇല്ല. നിങ്ങളുടെ കയ്യിൽ മിസ്റ്റേക്ക് കൊണ്ട് നിങ്ങൾ കാണിച്ചു വെച്ച ഓരോരോ പണിക്ക് നാട്ടുകാരെ എതിർ വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? സ്റ്റോക്ക് മാർക്കറ്റ് എതിർ വെച്ച് നിങ്ങൾക്കിന്ന് 10 പോയിന്റ് നിങ്ങൾ എടുത്ത് ട്രേഡ് ചെയ്യാൻ തയ്യാറുള്ളവരാണ്. ഇന്ന് ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ട്രേഡ് എടുത്ത് ഞാൻ സ്ക്രീൻഷോട്ട് ഗ്രൂപ്പിലിട്ട് ഞാൻ കാണിച്ചു. 10 പോയിന്റ് 11 പോയിൻ്റാണ് ഞാൻ എടുത്തത്. ഇതാ നോക്കാം, നമ്മൾ വരച്ചിട്ട് സപ്പോർട്ട് നിങ്ങൾ നോക്കിക്കേ. എന്ത് ക്ലിയറായിട്ട് കഴിഞ്ഞ 3-4 ദിവസം കൊണ്ട് ഈ സപ്പോർട്ടിൽ കൂടെ തന്നെയാണ് മാർക്കറ്റ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇല്ലേ? അപ്പോൾ ഓരോ പ്രാവശ്യം നിങ്ങൾക്ക് ഈ സപ്പോർട്ട് ഒന്ന് റിജക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് എടുക്കാം, ഇവിടം വരെ കിട്ടും. അല്ലെങ്കിൽ ഇവിടം വരെയാണ് 10-25 പോയിന്റ്. ഇത് ഇന്നത്തെ ട്രേഡ് നോക്കി, ഇവിടെ വന്നതിന് ശേഷം റിജക്ഷൻ വന്ന് ഒരു 10 പോയിന്റ്. ഓരോ പ്രാവശ്യം വരുമ്പോഴും 10 പോയിന്റ് നിങ്ങൾക്ക് കിട്ടാനുള്ള ഇഷ്ടം പോലെ സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ വേണ്ടാന്ന്, എടുത്തില്ലെങ്കിൽ എടുത്തില്ല. ട്രേഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ പോലീസ് പിടിക്കുമോ? പിടിക്കത്തില്ലല്ലോ. നിങ്ങളെ ആരെങ്കിലും ചീത്ത വിളിക്കുമോ? നിങ്ങളെ തല്ലുമോ? ഒന്നും സംഭവിക്കത്തില്ല. നിങ്ങൾക്ക് എടുത്തില്ല, നിങ്ങളുടെ പൈസ നിങ്ങളുടെ പോക്കറ്റിൽ കിടക്കും. നാളെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇല്ല, ഇന്ന് എനിക്ക് മാർക്കറ്റിനെ കൊടുത്തേ അടങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. വെള്ളമില്ലാത്തടത്ത് മുങ്ങാൻ നിൽക്കരുത്. മനസ്സിലായി? വെള്ളം ഉള്ളിടത്തെ മുങ്ങാൻ നിൽക്കുക. വെള്ളമില്ലാത്തടത്ത് മുങ്ങാൻ നിന്നാൽ എന്ത് സംഭവിക്കുന്നത്? തല എവിടെയെങ്കിലും പോയി പാറ കെട്ടിപ്പോയി ഇടിച്ച് അവസാനം ചിലരുടെ തല പൊട്ടും, ചിലർക്ക് മാരകമായ പരിക്ക് പറ്റും, ചിലർ മരണപ്പെടും. ഇതൊക്കെ തന്നെയാണ്. വെരി സിമ്പിളായിട്ട് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ദയവ് ചെയ്ത് മാർക്കറ്റിൽ സെൻറ്റിമെൻറ്റ്സ് നോക്കുക, മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ നോക്കുക. അതിനുശേഷം എനിക്കിന്ന് ട്രേഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ ട്രേഡ് ചെയ്യരുത്. ഓക്കെ, ഇന്നും ഉപദേശമാണ്. എന്ത് ചെയ്യാൻ പറ്റും? എനിക്കിങ്ങനെ പറ്റൂ, എനിക്കിങ്ങനെ അറിയൂ പറയാൻ. ഓക്കെ, അപ്പം ഇന്നത്തെ മാർക്കറ്റ് ഞാൻ പ്രത്യേകിച്ച് ഇന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്നത്തെ മാർക്കറ്റ് സൈഡ് വൈസ് മാർക്കറ്റായിരുന്നു. ഓക്കെ, ഇന്ന് സെല്ലേഴ്സ് മാർക്കറ്റായിരുന്നു. ആക്ച്വലി ഇന്ന് കാരണം ഹൈ പ്രീമിയമാണ്. ഇന്ന് ഹൈ പ്രീമിയം ആയതുകൊണ്ട് എപ്പോഴും മാർക്കറ്റ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ പ്രീമിയം ഇങ്ങനെ മെൽറ്റായി വരും. അപ്പോൾ ഞാൻ ഇന്ന് സെല്ല് ചെയ്തായിരുന്നു 2 ലെഗ് സെല്ല് ചെയ്ത് ഏകദേശം ഒരു 5000 രൂപയോളം എനിക്കിന്ന് കിട്ടി സെല്ലേഴ്സ് മാർക്കറ്റിൽ. അപ്പം ഓപ്ഷൻ സെല്ലിങ്ങിലൂടെ നമുക്ക് പൈസ ഉണ്ടാക്കാം. അപ്പോൾ ഇനിയിപ്പം ഈ വരുന്ന ഓപ്ഷൻ സെല്ലിങ്ങിന് 1-2 ക്ലാസ് ഞാൻ ചെയ്തായിരുന്നു. അപ്പോൾ ഇനി ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ ക്ലാസ് അടുത്ത നമ്മുടെ പെരുന്നാളിൽ, ഇപ്പോൾ അടുത്ത മാസം ജൂൺ മാസം 6-7 പെരുന്നാൾ, വലിയ പെരുന്നാൾ വരുന്നല്ലേ. വലിയ പെരുന്നാൾ വരുമ്പം നിങ്ങൾക്ക് ഓപ്ഷൻ സെല്ലിങ്ങിന് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓപ്ഷൻ സെല്ലിൽ പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ
നിങ്ങൾ തന്നെ ഞാൻ പറയാം, ഇപ്പോഴല്ല പറയുമ്പം അവർക്ക് വേണ്ടി, പ്രത്യേകിച്ച് പ്രവാസികൾക്ക് വേണ്ടി. ഓക്കെ, ഇത് ഈ ഓപ്ഷൻ സെല്ലിംഗ് എന്ന് പറഞ്ഞ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 24 മണിക്കൂർ മാർക്കറ്റ് കുത്തിയിരിക്കാൻ പറ്റാത്തവർക്ക്, ഒരു ഡ്യൂട്ടി ചെയ്യുമ്പോൾ അതിനോടനുബന്ധിച്ച് നിങ്ങൾക്കൊരു സൈഡ് ഇൻകം പോലെ ചെയ്യാൻ പറ്റുന്നവർക്ക് വേണ്ടി മാത്രം, അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള പരിപാടിയാണ് ഓപ്ഷൻ സെല്ലിംഗ്. ഓക്കെ, നിങ്ങളുടെ ഈ ക്യാപിറ്റലുണ്ട്, അത് നോക്കിയിരിക്കാൻ നേരമില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ന്യായമായ വരുമാനം, വെരി ന്യായം, ബാങ്ക് പലിശയേക്കാളും അല്പം കൂടെ എന്തെങ്കിലും കിട്ടുന്ന രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പരിപാടി, ഒരു ട്രേഡിംഗ് പരിപാടി, അത്ര മാത്രം അതിനെ കണ്ടാൽ മതി. അല്ലാതെ വലിയ ഇന്നിട്ട് 10,000 ഇട്ട ഉടനെ 5,000 എനിക്ക് കിട്ടണം, ആ പരിപാടി ഓപ്ഷൻ ബാങ്കിൻ്റെ പരിപാടി കൊണ്ട് ആ വഴിക്കെങ്ങും ആരും വരിക എന്നുണ്ട്. നിങ്ങൾക്ക് ബാങ്കിൽ കിട്ടുന്ന 7% കിട്ടുന്നെങ്കിൽ ഒരു 15-20% ഒരു വർഷത്തിൽ കിട്ടത്തക്ക രീതിയിൽ ഒരു സെറ്റപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളത് ഉദ്ദേശിക്കുന്നുള്ളൂ. ആരെയും നിർബന്ധിക്കുന്നില്ല. ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു 3 ബാച്ച് ഞാൻ എടുത്തു. ഓക്കെ, അവരൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്, വലിയ കുഴപ്പമില്ല, അത് പോകുന്നു. അവർ ചാടിക്കയറി ചെയ്യുമല്ല, 1-2 മാസം ചെയ്ത് ഇത് കണ്ട് പരിശീലിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ അവർ റിയലായിട്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ അവർ റിയലായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എനിവേ അത് പോട്ടെ, അതൊക്കെ ഇനി പറഞ്ഞ് അത് വിവാദമാക്കണം. ഇനിയിപ്പോൾ അതിൻ്റെ പുറകെ പിടിച്ച ആൾക്കാർ വരും പോട്ടനെ കമൻറ്റിൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മുടെ കരടിക്കുട്ടന്മാരുടെ ആധിപത്യമായിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അവർ ഒരു കാരണവശാലും മാർക്കറ്റിനെ എന്ത് ചെയ്യുന്നില്ല, മുകളോട്ട് വിടാൻ സമ്മതിക്കുന്നത്. ഇന്ന് പച്ച കത്തിക്കാൻ ശ്രമിച്ചു, പച്ച മിന്നി, പക്ഷേ അവിടുന്ന് പിന്നെയും ഒരു ഭയങ്കര സെൽ ഓഫ് ഇന്ന് മാർക്കറ്റ് ഉണ്ടായി. അപ്പം മാർക്കറ്റ് സെൽ ഓൺ റൈസ് ആണ്. ഇപ്പം മാർക്കറ്റ് മുകളോട്ട് പോകുന്നു, അപ്പോൾ അവിടെ വെച്ച് ഷോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം മാർക്കറ്റ് കണ്ടത്. മാത്രമല്ല ഇന്നലെ FIIs അവരുടെ ഷോർട്ട് പൊസിഷൻ ഏകദേശം 5% ഇന്നലെ അവർ കൂട്ടിയത്. ഓക്കെ, ഷോർട്ട് പൊസിഷൻ അവർ കൂട്ടിയത് 5%. ഓക്കെ, അപ്പം അതിനർത്ഥം എന്താണ്, മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷർ എപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. അതിൻ്റെ കൂടെ കൂനിന്മേൽ കുരു പോലെ ഇന്ന് നമ്മളുടെ കുറച്ച് ഡേറ്റ, ഇന്ത്യയുടെ കുറേ ഡേറ്റ വന്നിട്ടുണ്ട്. ഓക്കെ, ആ ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IIP ഡേറ്റ എന്ന് പറയും. എന്താ IIP എന്നറിയാമോ? ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. ഓക്കെ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡേറ്റ നമ്മുടെ ഇന്ത്യയിലുള്ള വിവിധ സെക്ടറുകളുടെ അവരുടെ പ്രൊഡക്ഷൻ്റെ പുരോഗതി എന്താണെന്ന് കാണിക്കുന്ന ഒരു ഡേറ്റയാണ് IIP ഡേറ്റ. IIP എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. ഓക്കെ, ഇത് ഇയർ ഓൺ ആണ്. നിങ്ങൾ നോക്കണം, ഓരോ സെക്ടറും നോക്കി ഇയർ ഓൺ ഇയർ, മൈനിങ്, മാനുഫാക്ചറിങ്, ഇലക്ട്രിസിറ്റി, പ്രൈമറി ഗുഡ്സ്, ക്യാപിറ്റൽ ഗുഡ്സ്, ഇൻഫ്ര, കൺസ്യൂമർ ഡ്യൂറബിൾസ്, കൺസ്യൂമർ നോൺ ഡ്യൂറബിൾസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതെല്ലാം എന്താണ്, ഇയർ ഓൺ ഇയർ ആണിത്. ഇതെല്ലാം നെഗറ്റീവാണ്. ഏപ്രിൽ മാസം നോക്കിക്കേ, ഇത് 6.8% ആയിരുന്നു കഴിഞ്ഞ ഇയർ ഓൺ ഇയർ. ഇതേ സമയം കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം വന്നിരിക്കുന്ന 0.02. ഇവിടെ നോക്കിക്കേ 3.4 ഉള്ളൂ, 4.2 ആയിരുന്നു. ഇവിടെ 11 ഇലക്ട്രിസിറ്റി ഗ്രോത്ത് 11 ഉണ്ട്, 10.2 ആയിരുന്നു. 0.8 ഇൻക്രീസ് ഉണ്ട്. ബാക്കിയെല്ലാം നോക്കിക്കേ, പ്രൈമറി ഗുഡ്സ് 0.4 ഉള്ളൂ, 7% ആയിരുന്നു. ക്യാപിറ്റൽ ഗുഡ്സ് അതിന് ഇച്ചിരി അപ്രീസിയേഷൻ ഉണ്ട്, 20.3 ഉണ്ട്, 2.8 ഉള്ള കഴിഞ്ഞ വർഷം. ഇൻഫ്ര 4% ഉള്ളൂ, 8.5 ആയിരുന്നു. കൺസ്യൂമർ ഡ്യൂറബിൾ 6.4 ഉള്ളൂ, 10.5 ആയിരുന്നു. ഇത് നോൺ ഡ്യൂറബിൾ 1.7 ഉള്ളൂ, 2.5 ആയിരുന്നു. ഓക്കെ, ഇത് ഇയർ ഓൺ ഇയർ. ഇനി നമുക്ക് മന്ത് ഓൺ മന്ത് നോക്കാം. മന്ത് ഓൺ മന്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ എല്ലാം വളരെ മോശമാണ്. 0.4 ആയിരുന്നു മന്ത് ഓൺ, കഴിഞ്ഞ മാസം 0.2 ഉള്ളൂ. ഇത് മാനുഫാക്ചറിങ് 3 ആയിരുന്നു, 3.4 ആയി. ഇലക്ട്രിസിറ്റി 6.3 ആയിരുന്നു, 1.1 ഉള്ളൂ. പ്രൈമറി ഗുഡ്സ് 3.1 ആയിരുന്നു, 0.4 ഉള്ളൂ. ക്യാപിറ്റൽ ഗുഡ്സ് 2.4 ആയിരുന്നു, അതിന് ഒരു അപ്രീസിയേഷൻ ഉണ്ട് 20. ഇവിടെ അതും അത്ര തന്നെയായിരുന്നു. പിന്നെ അടുത്തത് 8.8 ആയിരുന്നു ഇൻഫ്ര, അത് 4 ഉള്ളൂ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ അത്ര സുഖമല്ലാത്ത ഡേറ്റയാണിത്. അപ്പോൾ ഇത് നാളെ മാർക്കറ്റിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമ്മൾ നോക്കിക്കാണണം. ഒരു പക്ഷെങ്കിൽ ഇതൊക്കെ കണ്ടിട്ടാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും റിട്ടേൺ കിട്ടണ്ടേ? എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ അവർക്ക് എന്തെങ്കിലും തിരിച്ച് റിട്ടേൺ കിട്ടണ്ടേ? അത് അങ്ങനെ ചെയ്യണം. അവർ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യണം? നമ്മുടെ ഡേറ്റാസൊക്കെ കറക്റ്റ് ആയിരിക്കണം, നമ്മുടെ ഗ്രോത്ത് കറക്റ്റ് ആയിരിക്കണം, സ്റ്റഡി ആയിരിക്കണം. ഇതൊക്കെ നോക്കിയിട്ടാണ് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. അല്ലാതെ ചുമ്മാതെ രാവിലെ നേരം വെളുത്ത് രാവിലെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുക അല്ല ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതൊക്കെ പോട്ടെ, ഇത് ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഇരുന്ന ആളെയും സംഭവിക്കും നോക്കാം. പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. പക്ഷേ ഈ ഡേറ്റകളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. മാർക്കറ്റിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. മാർക്കറ്റിൽ വരുന്ന ന്യൂസുകളെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ഡേറ്റകളെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സെമിനാറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവൻറ്റുകൾ അല്ല ഡേറ്റകൾ, ഇതിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട് നമുക്ക് ഓപ്ഷൻ ട്രേഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുപോട്ടെ. അപ്പോൾ നമുക്ക് മാർക്കറ്റ് ഇവിടെ വന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. ഒരു
ഇവിടുന്ന് ഇനി മാർക്കറ്റ് ഇവിടെ എനിക്ക് വരയ്ക്കാനൊന്നുമില്ല. വരയ്ക്കാൻ എല്ലാം ഇതുപോലെ തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതിനകത്ത് ഓപ്പൺ ചെയ്യുന്ന ആൾ മിക്കവാറും ഈ സെറ്റപ്പ് വെച്ചാണെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് ഡൗണോ ഫ്ലാറ്റ് ഓപ്പണിംഗ് ടു ഫ്ലാറ്റ് അല്ലെ നെഗറ്റീവ് ആയിരിക്കും. അല്ലെ പിന്നെ US മാർക്കറ്റിൽ നിന്ന് വല്ല പറക്കോ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വാങ്ങൽ ചിലപ്പോൾ കണ്ടേക്കും. എന്നാലും നമ്മുടെ US മാർക്കറ്റുമായിട്ട് നമ്മുടെ മാർക്കറ്റ് ഡീകപ്പിൾഡ് ആണ്. ഓക്കെ, അതുമായിട്ട് യാതൊരു ബന്ധമില്ലാതാണ് ഇപ്പം പോകുന്നത്. അപ്പം ഇനി എന്തായാലും നാളെ നോക്കാം. മിക്കവാറും നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഓപ്പണിങ്ങിനായിരിക്കും സാധ്യത. ചെറിയൊരു നെഗറ്റീവ് ഓപ്പണിംഗ് ആയിരിക്കും, ഫ്ലാറ്റ് നെഗറ്റീവ് ആയിരിക്കും സാധ്യത ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഈ 24,704 ബ്രേക്ക് ചെയ്യുന്നു നോക്കുക. 24,704 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 24,622 ഇതും പൊട്ടിയാൽ പിന്നെ നേരെ സാധനം താഴോട്ട് പോരും. ഓക്കെ, അല്ല മുകളോട്ടാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഈ ലൈൻ, ഈ പ്രധാനപ്പെട്ട ലൈൻ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കുക. നോക്കിയിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്യുക അക്കോർഡിംഗ് ടു പ്രൈസ് ആക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി നോക്കിക്കേ, നമ്മൾ വരച്ച ആ ലൈനിൽ തന്നെ ഏകദേശം ആ റേഞ്ചിൽ തന്നെ കിടന്നത് ഈ റേഞ്ചിൽ തന്നെ വന്ന് ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു മാർക്കറ്റ്. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ സെല്ലേഴ്സ് മാർക്കറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ബയേഴ്സിന് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. കാരണം പ്രീമിയം ഉരുകി തീരത്ത് മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല നാളെ മന്ത്ലി എക്സ്പയറി ആണ്, ഹൈ വോളറ്റിലി ആയിരിക്കും. ഇത് മാത്രമല്ല നമ്മുടെ സ്റ്റോക്ക് ഓപ്ഷൻസ് ഒക്കെ എക്സ്പയർ ചെയ്യാൻ ദിവസം. അപ്പം ഭയങ്കര മൂവ്മെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത മിഡ് ക്യാപ്പ് നോക്കി. മിഡ് ക്യാപ്പ് ഇന്ന് എന്തിനോ വേണ്ടിയോ പറന്നു, എന്നിട്ട് അവിടെ നിന്ന് പോയി ടെസ്റ്റ് ചെയ്ത് നേരെ തിരിച്ചു വന്നു. ഇവിടെ എത്തിയപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു പുട്ടെടുത്തായിരുന്നു. എന്തായാലും ന്യായമായിട്ടുള്ള കുറച്ച് പൈസ കിട്ടി, അതുകൊണ്ട് ഇന്ന് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി. ഇവിടുന്ന് ഇവിടം വരെ ഒന്നും മനസ്സിലായില്ല, എന്തിനു വേണ്ടിയാണ് ഇത് പോയെന്ന്. എന്തിനും ബ്ലോക്ക് ഡീൽ വല്ലതും ആണോ, ആരെങ്കിലും വല്ലതും മേടിച്ചൊന്നും അറിയത്തില്ല. എന്തായാലും പറന്നിട്ടായാലും നമ്മുടെ വര അവിടെ കിടക്കുന്നുണ്ട്. പുള്ളി അതിനെ കണ്ട് തട്ടി പേടിച്ച് നേരെ തിരിച്ച് താഴോട്ട് തന്നെ പോരുന്നു. ഏതായാലും ഇവിടുന്ന് തന്നെ ഞാൻ എടുത്തു, ഒരു ന്യായമായ പ്രോഫിറ്റ് എനിക്ക് കിട്ടി, ഞാൻ ഇറങ്ങി. ഓക്കെ, അപ്പം ഇവിടെയും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതായത് ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടുന്ന് എങ്ങോട്ടോ മേലോട്ടോ താഴോട്ടോ എങ്ങോട്ട് നോക്കിയിട്ട് ട്രേഡ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും വെള്ളമില്ലാത്തടത്ത് മുങ്ങാൻ നിൽക്കരുത്. അത്രമാത്രം സ്നേഹത്തോടെ ഓർപ്പിക്കാനുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെച്ചൊഴിഞ്ഞ് പോവുക. അത്ര മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിൽ ചേരാൻ വേണ്ടി ധാരാളം പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ആ ഡിസ്ക്രിപ്ഷൻ, നമ്മുടെ ഗ്രൂപ്പ് യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് വാട്സപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.